ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പൊ നമുക്ക് 9ാം ക്ലാസ്സിലെ മാത്സിന്റെ എക്സാം ഈ അടുത്ത് വരുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനു മുമ്പ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആ ചോദ്യങ്ങൾ ഏതൊക്കെ നോക്കാം. ഒരു 20-22 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇതിൽ അറിയാത്ത ചോദ്യങ്ങളില്ല. എന്റെ മക്കൾ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ ഒന്ന് എഴുതി പഠിക്കണം. അപ്പൊ തന്നെ 2 പ്രാവശ്യം വെച്ച് എഴുതി പഠിക്കാം. അതേപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ എന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക? എല്ലാവരും ചെയ്തു പോകണം കേട്ടോ. എന്റെ ഒപ്പം തന്നെ എല്ലാവരും ചെയ്തു പോകണം. ഓക്കെ, എന്തെങ്കിലും സംശയം എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം മക്കളെ. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇപ്പോ നമുക്ക് ആദ്യം സിമിലർ ട്രയാങ്കിൾ എന്ന് തുടങ്ങാം. സിമിലർ ട്രയാങ്കിൾ കേട്ടോ. ആദ്യം സിമിലർ ട്രയാങ്കിൾ എന്ന് തുടങ്ങാം കേട്ടോ. ഇതൊരു ബേസ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന്, 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം ഉണ്ടോ? ഓക്കെ, വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത ദിവസമുള്ള മാത്സിന്റെ എക്സാമിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ചോദ്യം കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ ചോദ്യം കറക്റ്റ് ആയിട്ട് വായിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യം കറക്റ്റ് ആയിട്ട് വായിക്കാം കേട്ടോ. നോക്കാം, ഞാൻ വായിക്കേണ്ട ചോദ്യം വായിക്കണ്ട. ഇൻ ദി ഫിഗർ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. അതില് ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്. നോക്കി, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. ഓക്കെ, ആദ്യത്തത് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. രണ്ടാമത്തത് നോക്കട്ടെ മക്കളെ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ആംഗിൾ ബി ഞാൻ ഈ 2 വരെ കൊടുക്കേണ്ട. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഓക്കെ, ഈ 2 ആംഗിൾ ഈക്വൽ ആണ്, ഈ 2 ആംഗിൾ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ സിക്കും ആംഗിൾ ആറിനും വല്ല പ്രത്യേകത ഉണ്ടാവോ? ഈ ആംഗിൾ സിയും ആംഗിൾ ആറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം കാരണം എന്താ? 2 ട്രയാങ്കിൾസിലെ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? അതെ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. അതേപോലെ തന്നെ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ. ഓക്കെ, അപ്പൊ ഇതെന്താ? ഒരു സിമിലർ ട്രയാങ്കിൾ ആണ്. 2 ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിനെന്ന് പറയാൻ പറ്റും? സിമിലർ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്താ? എ ബി ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഇവിടെ എ ബി 5 സെന്റിമീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ബി സി ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ബി സി 4 സെന്റിമീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. എ സി ഈക്വൽ ടു 2 സെന്റിമീറ്റർ. എ സി ഈക്വൽ ടു 2 സെന്റിമീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പി ആർ 6 സെന്റിമീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് പി ക്യൂ? നമ്മുടെ പി ക്യൂന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയാം. പി ക്യൂന്റെ ലെങ്ത് നമുക്ക് ഇതിന്റെ റേഷ്യോ, സൈഡ്സ് എന്ന റേഷ്യോ എടുത്ത് എഴുതാം. എങ്ങനെയാണെന്ന് അറിയാം? ഈ ഒരു പാഠത്തില് സൈഡ്സ് എന്ന റേഷ്യോ എടുത്ത് എഴുതാൻ എങ്ങനെയാണെന്ന് അറിയാം മക്കളെ? നോക്കിയോടാ, ഇത് പഠിച്ചോടാ. ഈ ഒരു ടൈപ്പ് എന്തായാലും വരും. ഇപ്പൊ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആദ്യം ഈ ആംഗിൾസ് ഒക്കെ ഒന്ന് നേരെ എഴുതാൻ കേട്ടാ. ഞാൻ ഇതൊന്ന് വായിക്കുന്നുണ്ട്. ഇതൊന്ന് വായിച്ചിട്ട് ഈ ആംഗിൾസ് ഞാൻ വേറെ രീതിയിൽ, അതായത് ഇങ്ങനെ തന്നെയാണ്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. ഒന്ന് അടുത്തത് ഞാൻ എന്ത് ചെയ്യും? ആംഗിൾ ക്യൂ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. അടുത്തത് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ. ഓക്കെ, നേരത്തെ എഴുതാൻ ഞാൻ നേരെ ഒന്ന് എഴുതിപ്പോയി. ഇനി ഒന്നാമത്തെ കാര്യം, ഇതിന്റെ റേഷ്യോ, സൈഡ്സിന്റെ റേഷ്യോ എഴുതിയാല് ഈ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ, ഒരു സൈഡ് വന്നിട്ട് ഇവിടെ ഈ ഒരു 3 സൈഡും ഇവിടുത്തെ ഒരു സൈഡ് തന്നെ ബാക്കിയുള്ള 2 സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം റേഷ്യോയിൽ എഴുതാം. സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ. അപ്പൊ ഞാൻ പറയാം, നോക്കി, റേഷ്യോ ഇപ്പൊ നോക്കി 2:3. ഇത് റേഷ്യോ ആണ്. അപ്പൊ ഈ റേഷ്യോ 2/3 എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, അത് ഞാൻ നോക്കി 3:2 എന്നുള്ള റേഷ്യോ ആണ്. ഇതിനാ 3/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ബി സി ബൈ, ഓക്കെ, ആംഗിൾ പിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ക്യു ആർ ഈക്വൽ ടു. സംശയമില്ലല്ല, എന്താ ചെയ്തത്? ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എടുത്ത് എഴുതി. ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എ സി ഡിവൈഡഡ് ബൈ ആംഗിൾ ക്യൂവിന് ഓപ്പോസിറ്റ് ഉള്ളത് പി ആർ ഈക്വൽ ടു ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എ ബി
ബൈ ആംഗിൾ ആറിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പി ക്യു, പി ക്യു. ഇനി ബി സി 4 അറിയാം, ഞാൻ അതിനെ ഒന്ന് മാറ്റി എഴുതാൻ കേട്ടോ. ബി സി എന്ത് ചെയ്തത് 4 4 ബൈ. ഇനി ക്യു ആർ അറിയില്ല, ക്യു ആർ അറിയില്ല, ക്യു ആർ തന്നെ കൊടുത്തു, ഈക്വൽ ടു എ സി അറിയാം, എ സി 2, എ സി 2 ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ. ഇനി നോക്കി പി ആർ അറിയാം 6 6 ഈക്വൽ ടു എ ബി 5 5 ബൈ പി ക്യു. ഓക്കെ, ഇതിന് നമുക്ക് പി ക്യൂവിനെയാണ് കണ്ടുപിടിക്കേണ്ടത്, പി ക്യു. അപ്പൊ ഞാൻ ഇത്രയും ഭാഗത്ത് നിന്ന് ഞാൻ ഇതിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കേണ്ട. ഓക്കെ, അതായത് എന്താ 2/6 ഈക്വൽ ടു 5 പി ക്യു. ഇനി എന്താ ചെയ്യാ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു പി ക്യു ഈക്വൽ ടു 6 ഇൻറ്റു 5, 6 ഇൻറ്റു 5. ഓക്കെ, അപ്പൊ എന്താ 2 ഇൻറ്റു പി ക്യു ഈക്വൽ ടു 6 ഇൻറ്റു 5 30. ഇനി പി ക്യു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ, ഈ ഇൻറ്റു 5 അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പൊ എന്താവും 30/2. പി ക്യു ഈക്വൽ ടു 50. ഓക്കെ, പി ക്യു എത്ര കിട്ടി 15. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ? വാട്ട് ഈസ് ദി റേഷ്യോ ആലോചിക്കാം. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി? അപ്പോ എന്തൊക്കെ കണ്ടുപിടിക്കണം? ട്രയാങ്കിൾ എ ബി സി. നോക്കട്ടെ, ഇവിടെയാണ് ബി ക്വസ്റ്റ്യൻ എഴുതണേ, ഇവിടെയാണ് ബി ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്റർ 3 സൈഡ് കൂട്ടിയാൽ മതിയല്ല അല്ലെ. എത്രയാ 2 + 4 + 5 ഈക്വൽ ടു 6 5 11. അതേപോലെ തന്നെ ട്രയാങ്കിൾ പി ക്യു ആറിന്റെ പെരിമീറ്റർ അല്ലെ. ഇവിടെ പി ക്യു ഇപ്പൊ എത്രയാണെന്ന് കിട്ടി 15 ആണെന്ന് കിട്ടി അല്ലെ. 15 + 6 + ആർ ക്യു അറിയോ? ഇല്ല. അപ്പൊ ആർ ക്യൂനെ കണ്ടുപിടിക്കണം. ആർ ക്യൂനെ എങ്ങനെ കണ്ടുപിടിക്കാം? വീണ്ടും ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട് അല്ലെ. ഈ ഒരു ഇക്വേഷൻ എടുക്കാം, ഇത് എടുക്കാട്ടാ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 4 24 ഈക്വൽ ടു എന്താ ക്യു ആർ ഇൻറ്റു 2 24 ഈക്വൽ ടു ക്യു ആർ. ഒരു മിനിറ്റ് മക്കളെ, വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. ഈ ഇൻറ്റു 2 ഇപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പൊ എന്താവും 24/2 ഈക്വൽ ടു ക്യു ആർ. 24 എന്ന് പറഞ്ഞാൽ 12 ഈക്വൽ ടു ക്യു ആർ. ഓക്കെ, 12 ബുദ്ധിമുട്ടില്ല അല്ലെ. ഇനി കൂട്ടാം. അപ്പോ 15ഉം 6ഉം 12ഉം കൂട്ടിക്കഴിഞ്ഞാൽ 18 അല്ലെ. 18ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 15ഉം കൂട്ടിക്കഴിഞ്ഞാൽ 33. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 11:33. ചെറുതാക്ക ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല. ഓക്കെ ആണോ മക്കളെ? ഇത് അറിഞ്ഞിരിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കേട്ടാ. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. ഓക്കെ, എന്തായാലും ഈ ഒരു റേഷ്യോ ഇത് എഴുതാൻ എല്ലാവർക്കും അറിയണം. ആദ്യം ആംഗിൾസ് എഴുതാം, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് എഴുതാം. ഇങ്ങനെ ചെയ്യാൻ എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോടാ? ഒന്ന് ശ്രദ്ധിക്കണം, മനസ്സിലാക്കുന്ന റിപ്പീറ്റ് അടിച്ചൊന്ന് കണ്ടോണ്ടിരിക്കണം കേട്ടാ. എന്താ ബീച്ചോടി നോക്കണം. എന്താ റേഷ്യോ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണെങ്കിൽ 3 സൈഡോട് കൂട്ടിയാൽ മതി. അതായത് ചുറ്റളവ്. ഓക്കെ, 3 സൈഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Which among the following is a polynomial? പഠിച്ചിട്ടുണ്ടോ പോളിനോമിയൽസ് എന്ന ചാപ്റ്റർ? നമുക്ക് എല്ലാവർക്കും അറിയാം. പോളിനോമിയൽസ് എന്ന ചാപ്റ്റർ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനെ പോളിനോമിയൽ ഇക്വേഷൻ ഇപ്പൊ പഠിച്ചോട്ടാ. അതായത് ഒരു പോളിനോമിയൽ എന്ന് പറയാനായിട്ട് അവിടെ എന്ത് വരാൻ പാടില്ല? ഫ്രാക്ഷൻ വരാൻ പാടില്ല, റൂട്ട് വാല്യൂ വരാൻ പാടില്ല. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ എന്തെന്ന് അറിയില്ല, ഒരു പോളിനോമിയൽ ഇക്വേഷൻ അല്ലെങ്കിൽ പോളിനോമിയൽസ് എന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ ഫ്രാക്ഷൻ വന്നു, പോളിനോമിയൽ അല്ല. റൂട്ട് വന്നു, പോളിനോമിയൽ അല്ല. നോക്കി, x² + 2
ഇവിടെ വീണ്ടും ഒരു ഫ്രാക്ഷൻ വന്നു, പോളിനോമിയൽ അല്ല. അപ്പൊ എന്താ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ പോളിനോമിയൽ? ഏതാ? x² പ്ലസ് 2x ആണ് പോളിനോമിയൽ. ഓക്കെ, ഒന്ന് ഓർമ്മയിലിരിക്കണം. ഓർമ്മയിലിരിക്കേണ്ട കാര്യം എന്താണ്? ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ പോളിനോമിയൽ ഇല്ല, റൂട്ട് വന്നു കഴിഞ്ഞാൽ പോളിനോമിയൽ വരില്ല. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കി മക്കളെ, ഒരു p of x equal to 2x plus 1 അങ്ങനെയാണെങ്കിൽ p of 1 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം. ഇതിന്റെ അർത്ഥം എന്താണ്? x ഉള്ളോടത്ത് 1 കൊടുക്കാന്ന് അർത്ഥം. അപ്പൊ നോക്കി, 2 into 1 plus 1 equal to 2 into 1, 2 plus 1 equal to 3. എളുപ്പല്ലേ? ഒന്ന് ഓർത്തിരിക്കണോ മക്കളെ? കേട്ടാ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ഉണ്ടാവാറുള്ള. അതായത് ഇത് ഇമ്പോർട്ടന്റ് ഭാഗം, ഇതൊരു ഇമ്പോർട്ടന്റ് ഭാഗം കേട്ടോ. അതായത് ഒരു പോളിനോമിയൽ ഇക്വേഷൻ കണ്ടിട്ട് വേണമെങ്കിൽ എന്താ പറയാ, p of 0 കണ്ടുപിടിക്കാൻ പറയാം, p of -1 കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ x ഉള്ളോടത്തൊക്കെ എന്ത് കൊടുക്കണം? x ഉള്ളോടത്തൊക്കെ 1 അല്ലെങ്കിൽ -1 അല്ലെങ്കിൽ 0. ഓക്കെ, മറക്കരുത് കേട്ടാ, മറക്കരുത്. എന്തായാലും ഉണ്ടാവാനായിട്ട് ചോദ്യങ്ങളാണ്ട് കേൾക്കാം. അടുത്തൊരു ചോദ്യം. ഓക്കെ, ഇതറിയാത്ത ആരും ഉണ്ടാവില്ല മക്കളെ. ഇതറിയാത്തൊരു ഒരു റൈറ്റ് ട്രയാങ്കിൾ രണ്ട് സൈഡിൽ തന്നെ മറ്റൊരു സൈഡ് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമൊരു ചോദ്യം, അത്രക്ക് എളുപ്പമൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, കേട്ടോടാ മക്കളെ. ഇൻ ദ ട്രയാങ്കിൾ ABC, AB equal to 1 centimeter, AC equal to 3 centimeter കേട്ടോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് BC? BCയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. BC ലെങ്ത് എങ്ങനെ? BC ലെങ്ത് കണ്ടുപിടിക്കാം? ഇത് റൈറ്റ് ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ആയിരുന്നു മറ്റൊരു സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പൈതഗോറസ് തിയറി യൂസ് ചെയ്യും. പൈതഗോറസ് തിയറത്തിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോന്യൂസ്. അപ്പൊ ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇതെന്താ ബേസ്. അപ്പോ ബേസ് ചോദ്യം ബേസ് സ്ക്വയർ ഈക്വൽ ടു h² മൈനസ് a². ബേസ് സ്ക്വയർ അറിയില്ല, ഈക്വൽ ടു ഹൈപ്പോന്യൂസ് 3ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ അല്ലേ. b² ഈക്വൽ ടു 9 മൈനസ് 1. b² ഈക്വൽ ടു 8. b ഈക്വൽ ടു സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ √8. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോടാ? എളുപ്പല്ലേ? ഒന്നുമില്ല, ഈ ഒരു സാധനം മാത്രം അറിഞ്ഞാൽ മതി. നോക്കി, കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ABC. വീണ്ടും പെരിമീറ്റർ ട്രയാങ്കിളിലെ പെരിമീറ്ററിനെ വെറുതെ ഇക്വേഷൻ ആലോചിച്ച സമയം കളയത്. 3 സൈഡ് കൊണ്ട് കൂട്ടിയ ട്രയാങ്കിളിലെ പെരിമീറ്റർ ആണ് ചോദിക്കണേ. 3 സൈഡ് കൊണ്ട് കൂട്ടിയാൽ മതി. ബി ചോദ്യം അല്ലേ? 3 പ്ലസ് 1 പ്ലസ് BC എത്ര കിട്ടി? √8. പെരിമീറ്റർ ഈക്വൽ ടു 3 കൂട്ടി കഴിഞ്ഞാൽ 4 പ്ലസ് √8. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ, 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അടുത്തൊരു ചോദ്യം കോട്ടാ. അടുത്തൊരു ചോദ്യം. വീണ്ടും ഇൻ ദി ഫിഗർ O is the center of the circle. ഈ ഒരു ഫിഗറിൽ സർക്കിളിന്റെ സെന്റർ O and with the radius of the radius is 4 cm. സർക്കിളിന്റെ റേഡിയസ് ഇത് OA 4 cm ട്ടോ. ആംഗിൾ OAC equal to 30 ഡിഗ്രി 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOC പറഞ്ഞു. ഈ ഒരു ആംഗിൾ ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ 90 ഡിഗ്രി കൊടുത്തേക്കണം. നോക്കിയേ, റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അപ്പൊ എന്താ, ഒരു ട്രയാങ്കിളിന്റെ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. 180 എത്ര കുറയ്ക്കാം? 30 കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 150 കിട്ടും. 150 90 കുറയ്ക്കണം. 90 അല്ലേ? 90 കുറച്ച് എത്ര കിട്ടും നമുക്ക്? ആംഗിൾ AOC ഈക്വൽ ടു 90 കുറച്ച് കഴിഞ്ഞാല് 60. എന്ത് എളുപ്പമാണ് അല്ലേ? ശരിയല്ലേ? ഒരു പാടുമില്ല. B question നോക്കിയേ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് OC? B question. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് OCയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ. ഇപ്പൊ മക്കളെ ഇതൊന്ന് ഓർമ്മയിരിക്കട്ടെ. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. ഇതിന്റെ സൈഡ് സമ്മിന്റെ റേഷ്യോ അറിയോ? അതായത് 30:60:90 ആണെങ്കിൽ ഇതില് 1:√3:2. ഇതാണ് സൈഡ് സമ്മിന്റെ റേഷ്യോ. അപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ 90ന്റെ ഓപ്പോസിറ്റ് ഒരു 10 ആണ്, അതിന് 30ന്റെ ഓപ്പോസിറ്റ് ഇതിന്റെ പകുതി ആയിരിക്കുള്ളൂ. 10ന്റെ പകുതി 5. അങ്ങനെ ഇവിടെ 60ന്റെ ആയിരിക്കും 5√3. ഓക്കെ ആണോ? ഇവിടെ 6 ആണ് നോക്കി, 30ന്റെ ഓപ്പോസിറ്റ് 6.
അങ്ങനെ 90ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 6ന്റെ ഇരട്ടി 12. ഇവിടെ എന്തായിരിക്കും? 6√3. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒറ്റ പ്രാവശ്യം കേട്ടോ. നോക്കി, ഇവിടെ ഒരു 7 അപ്പൊ എത്രയായിരിക്കും? 90ന്റെ ഓപ്പോസിറ്റ് 14 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 7√3 ആയിരിക്കും. അങ്ങനെയാണ് എന്റെ മക്കളെന്ന് പറഞ്ഞേ. ഇവിടെ 30, 60, 90 ആണ് ആംഗിൾ. റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2. 90ക്ക് ഓപ്പോസിറ്റ് 4. 90ക്ക് ഓപ്പോസിറ്റ് 4. അങ്ങനെയാണെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 2. 60ന്റെ ഓപ്പോസിറ്റ് 2√3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 30ന്റെ ഓപ്പോസിറ്റ് ഉള്ളത്. 30ന്റെ ഓപ്പോസിറ്റ് ഉള്ളത്. 30ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 2 സെന്റിമീറ്റർ. ഓ സി ഈക്വൽ ടു 2 സെന്റിമീറ്റർ. എളുപ്പമല്ലേ മക്കളെ? ഒരൊറ്റ കാര്യം മാത്രമാണ്. എന്താണ്? റൈറ്റ് ട്രയാങ്കിളിലെ 3 ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ 30, 60, 90. 30:60, 90 ആണെങ്കിൽ 1:√3:2. ഇത് മനസ്സിലായല്ല? ഇതിന്റെ പകുതി, ഇതിന്റെ ഇരട്ടി അല്ലെ? 10ന്റെ ഇരട്ടി, സോറി 5ന്റെ ഇരട്ടി 10. ഓക്കെ, അതുപോലെ തന്നെ 12ന്റെ പകുതി. അങ്ങനെയും പറയാം, ഇരട്ടിയും പറയാം, പകുതിയും പറയാം. ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പകുതിയായിട്ട് എഴുതാം. ഇവിടെ ഇരട്ടിയാക്കി എഴുതാം. ഓക്കെ, ഇനി ഫൈൻഡ് എ ബി. സി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ്. അപ്പൊ അതിനർത്ഥം എ സി ഈക്വൽ ടു സി ബി. സി ക്വസ്റ്റ്യൻ നോക്കി. സി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി. ശരിയല്ല മക്കളെ? അല്ലെ? അങ്ങനെയാണെങ്കിൽ സി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ സി ഈക്വൽ ടു സി ബി. അതായത് ഇതിന്റെ 60ന്റെ ഓപ്പോസിറ്റ് എത്ര നമുക്ക് കിട്ടിയത്? 2√3 അല്ലെ? അപ്പൊ 2√3 പ്ലസ് 2√3. അതായത് ഇവിടെ 2√3 ആണ്, ഇവിടെയും 2√3 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം 4√3. ഓക്കെ ആണോ? ഓക്കെ ആണോ? വല്ല പാടുണ്ടോ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇപ്പൊ 2 എണ്ണമായി. കഴിഞ്ഞ ചോദ്യം ഏകദേശം പൈതഗോറസ് തിയറം വന്നു അല്ലെ? ഇത് റിപ്പീറ്റഡ് അടുത്ത ചോദ്യം. ഇത് മറക്കരുത്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഇത് മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ പോകട്ടോ. അടുത്തൊരു ചോദ്യം വീണ്ടും 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 ഇതൊരു 3 മാർക്കിന് 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. നോക്കണോ മക്കളെ? ഓക്കെ, ഇൻ ദി ഫിഗർ O is the center of the circle. സർക്കിളിന്റെ സെന്റർ ആൻഡ് റേഡിയസ് ഈസ് 17 റേഡിയസ്. അപ്പൊ OCയും OAയും സർക്കിളിന്റെ റേഡിയസ് ആണ്, അത് 17 ആണ് കേട്ടോ. ഓർത്തിരുന്നോട്ടോ. AB ആൻഡ് CD ആർ 2 പാരലൽ കോഡ്സ്. AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നത് പാരലൽ ആണ്. അതെന്താണ്? സർക്കിളിന്റെ കോഡ്സ് ആണ് കേട്ടോ. AB ഈക്വൽ ടു 16 സെന്റിമീറ്റർ. AB എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ ആണ്. CD ഈക്വൽ ടു 30 സെന്റിമീറ്റർ. CD എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. CD എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. CD ഈക്വൽ ടു 30 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് AP? APയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ. എന്ത് കണ്ടുപിടിക്കാൻ? AP ലെങ്ത്. ഏതാണ് AP? ഇതാണ് AP. ഇത് സർക്കിളിന്റെ സെന്റർ എന്നല്ലേ ഞാൻ പറഞ്ഞു. ഇവിടെ നേരെ പോണത് എന്തായിരിക്കും? ABയുടെ മിഡ് പോയിന്റ് ആണ് P അല്ലെ? അപ്പൊ 16ന്റെ പകുതി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? AP A ക്വസ്റ്റ്യൻ ആൻസർ ആണ്. AP ഈക്വൽ ടു AB ബൈ 2 ഈക്വൽ ടു 16/2 ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ഓക്കെ ആണോ മക്കളെ? മിഡ് പോയിന്റ് P മിഡ് പോയിന്റ്. അപ്പൊ എന്താ? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 8 8 16. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ലെങ്ത് ഓഫ് OQന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. OQന്റെ ലെങ്ത് ഇതെന്താ? OQന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ മക്കളെ? ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ? ഇത് 17 ആണെന്നറിയാം. OC കാരണം റേഡിയസ് അല്ലെ? CQ എഴുതാൻ പറ്റും. 30ന്റെ പകുതി എത്രയാ? 15 കാരണം Q മിഡ് പോയിന്റ്. സിയുടെ മിഡ് പോയിന്റ് ആണ് Q. അപ്പൊ 15 അല്ലെ? അങ്ങനെയാണ് നോക്കിയ റൈറ്റ് ട്രയാങ്കിൾ 2 സൈഡ്സ് അറിയാം. 2 സൈഡ് അറിയാം. 3-ാമത്തെ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം?
പൈതഗോറസ് തിയറം. ഏതാണ്? ബേസ് ഉണ്ട്, ഹൈപ്പോന്യൂസ് ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് കാണിക്കാം അല്ലെ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് നോക്കിയോളാം, ശ്രദ്ധിച്ചോട്ടോ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോന്യൂസ് ആണ് 17 അല്ലെ. അപ്പൊ 17ന്റെ സ്ക്വയർ മൈനസ് ബേസ് എന്ന് പറയുന്നത് 15ന്റെ സ്ക്വയർ അല്ലെ. എ സ്ക്വയർ ഈക്വൽ ടു 17ന്റെ സ്ക്വയർ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. അല്ലെ എന്താ 17 ഇൻറ്റു 17 അല്ലെ. 7 49 4 7 ഇൻറ്റു 1 7 7 പ്ലസ് 4 11 7 1 9 8 2 289 അല്ലേ. 289 മൈനസ് 15ന്റെ സ്ക്വയർ എത്ര? 225. എ സ്ക്വയർ ഈക്വൽ ടു 289 മൈനസ് 225 അല്ലെ. 9 5 കുറച്ച് കഴിഞ്ഞാൽ 4, 8 2 കുറച്ച് 6, 2 2 കുറച്ച് 0, 64. ഈ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ എന്താ? എ ഈക്വൽ ടു റൂട്ട് 64. അപ്പൊ എ ഈക്വൽ ടു 8. ഓക്കെ, ഈ ഒരു ഭാഗം 8. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോടാ? എങ്ങനെ കണ്ടുപിടിച്ചു? പൈതഗോറസ് തിയറം ട്ടോ. പൈതഗോറസ് തിയറം, റൈറ്റ് ട്രയാങ്കിള് പൈതഗോറസ് തിയറം. ഓക്കെ, ഇനി വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി കോഡ്സ്? വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി കോഡ്സ്? എ ബിക്കും സി ഡിക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ആരോണി കണ്ടുപിടിക്കണം. ആരോണി വേണോടാ? ഓപിയും കൂടി വേണം. ഇതേപോലെ തന്നെ 17 ഇവിടെ 8 ദേ ചെയ്തോ. എന്താ കണ്ടുപിടിക്കേണ്ടത്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉണ്ട്, ബേസ് ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് അല്ലെ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോന്യൂസ് 17ന്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. എ സ്ക്വയർ ഈക്വൽ ടു 17ന്റെ സ്ക്വയർ 289 മൈനസ് ബേസ് എന്ന് പറഞ്ഞാൽ 8, 8ന്റെ സ്ക്വയർ 64. അപ്പോ 289 മൈനസ് 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 4 കുറച്ച് കഴിഞ്ഞാൽ എത്ര മക്കളെ? 9 4 കുറച്ച 5, 8 4 കുറച്ച 2 2 അല്ലെ. 285. എ സ്ക്വയർ ഈക്വൽ ടു 225. എ ഈക്വൽ ടു റൂട്ട്, ഈ സ്ക്വയറിന് അപ്പുറത്തേക്ക് പോകുമ്പോ റൂട്ട് 225. എ ഈക്വൽ ടു 15. ഓക്കെ, ഇനി കോഡ് ഡിസ്റ്റൻസ് തമ്മിൽ കോഡല്ലേ എത്രയാ? 15 പ്ലസ് 8. 15 പ്ലസ് 8. ഓക്കെ, 15 8 കൂട്ടി കഴിഞ്ഞാല് എത്രയാ? 23 സെന്റിമീറ്റർ. ഓക്കെ ആണോ? മക്കളെ? എങ്ങനെയാടാ ഇത് വന്നത്? എളുപ്പല്ലേ? ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ ചോദിക്കാട്ടാ. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്താ, അയ്യോ പഠിച്ചിട്ടില്ല, കിട്ടിയില്ല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ചെയ്യാണ്ടിരിക്കരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മൊത്തം അല്ലെ. ഇപ്പൊ തന്നെ എത്ര എണ്ണം വന്ന് ഈ റൈറ്റ് ട്രയാങ്കിൾ വെച്ച്? എത്ര എണ്ണം വന്ന്? പൈതഗോറസ് തിയറം മാത്രം മതി അല്ലെ. പൈതഗോറസ് തിയറം മാത്രം എന്നിട്ട് നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചെറിയൊരു എന്താ പറയാ, ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. എ ബി എന്നൊക്കെ പറയുമ്പോ പി എന്ന് പറയുമ്പോൾ 8 8 6 അല്ലെ. എന്ത് സുഖമാണ് പൈതഗോറസ് തിയറം ഏറിനാ മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കളെ. നോക്കാം, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചോദ്യം മിക്കപ്പോഴും ചോദിച്ചു കാണാറുണ്ട് കേട്ടാ. ഇത് നമ്മുടെ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇങ്ങനത്തെ ചോദ്യം മിക്കപ്പോഴും ചോദിച്ചു കാണാറുണ്ട് കേട്ടാ. ഇവിടുത്തെ എക്സാമിൽ ഉണ്ടായിരുന്നു കുറെ അധികം പേര് തെറ്റിച്ച ഒരു ചോദ്യം കൂടി ആണിട്ടത്. ഓക്കെ, ഇവിടെ ഒരു പോളിനോമിയൽ ജനറൽ ഫോം ആണ്, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പോ അതിന്റെ ജനറൽ ഫോം ആണ് ax p of x equal to ax plus b. Write the equation representing the relation p of 1 equal to 2, p of 2 equal to 5. ഓക്കെ, അപ്പൊ അതിന്റെ പി ഓഫ് 1ലും പി ഓഫ് 2ലും ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞു. അതായത് വേറെ ഒന്നില്ല, ഇവിടെ ആദ്യം പി ഓഫ് 1 കൊടുക്കാം. അതായത് എക്സ് കൊടുത്ത് കൊടുക്കാം a into 1 plus b. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഈക്വൽ ടു a plus b. a into 1 എന്ന് പറഞ്ഞാൽ a plus b. ഓക്കെ, ഇത് ആദ്യത്തത് കേട്ടോ. രണ്ടാമത്തത് വീണ്ടും പി ഓഫ് എക്സ് ഈക്വൽ ടു a x plus b. ഇനി എന്താ ചെയ്യാം? 2 കൊടുക്കാം. 2 ഈക്വൽ ടു a into 2 plus b. ഓക്കെ, എക്സ് ഉള്ളിടത്ത് 2 കൊടുക്കാം. അപ്പൊ പി ഓഫ് 2 എന്ന് പറയുന്നത് നമുക്ക് 5 ഈക്വൽ ടു 2a plus b. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ. ആദ്യ ചോദ്യം ഇക്വേഷൻ റെപ്രസെന്റിംഗ് റിലേഷൻ, ഇക്വേഷൻ എഴുതിയെടുത്തു. ബി ചോദ്യം നോക്കിയേ. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് a ആൻഡ് b? ഇത് നമ്മുടെ ആദ്യത്തെ ഒരു പാടില്ലേ,
നമ്മുടെ ഇക്വേഷൻ, സ്പേസ് ഓഫ് ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ ഉണ്ട്, അതിനകത്ത് എയും ബിയും കണ്ടുപിടിക്കാൻ അതേ ഒരു സംഭവം ഉണ്ടാ. ഓക്കെ, 2a plus b equal to 5, a plus b equal to 2. ഇതിന് കുറയ്ക്കേ കൂട്ടി എന്തും ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ നമ്മൾ കുറയ്ക്കണം. ആരെ കണ്ടുപിടിക്കാൻ വേണ്ടി? എനെ കണ്ടുപിടിക്കാൻ വേണ്ടി. 5 2 കുറച്ചാൽ 3, b minus b 0, 2a minus a a, അപ്പൊ a equal to 3. b കണ്ടുപിടിക്കാലോ, a plus b equal to 5, സോറി 5 അല്ല, equal to 2, a 3 plus b equal to 2, b equal to ഈ പ്ലസ് 3 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 minus 3, b equal to -1. ഓക്കെ ആണോ? വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ആദ്യം ഒരു ജനറൽ ഫോം തന്നു ഫസ്റ്റ് ഡിഗ്രി, ax plus b എന്ന് പറഞ്ഞു. വേണമെങ്കിൽ അടുത്ത ദിവസത്തെ എക്സാമിന് ഇങ്ങനെ വയ്ക്കാം. എന്താ? ax² plus bx plus c ഇങ്ങനെ ചോദിച്ചിട്ടേ ഇതേപോലെ തന്നെ p of 1 equal to 8, p of 2 equal to 10 ഇങ്ങനെ ചോദിക്കാം. ഇക്വേഷൻ റെപ്രസെന്റിംഗ് പറയുന്നത് എന്ത് ആദ്യം p of 1 ആണ്, x ഉള്ളത് ഒന്നോടുക്ക. ഓക്കെ, അതിന് ഉത്തരം 8 നമ്മുടെ ഇക്വേഷൻ ഞാൻ പറയുമ്പോ നോക്കിയേ, ഇവിടെ p of 1 എന്ത് ചെയ്യണം? ആ p of 1 2 ആണെന്ന് അറിയാം, അതിന്റെ കൊടുത്തിട്ടോളാം. ഓക്കെ, അതേപോലെ തന്നെ ഇത് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും. ഓക്കെ, ഇങ്ങനത്തെയും പ്രതീക്ഷ പോണം, ജനറൽ ഫോമിനെയും പ്രതീക്ഷ പോണം. ഓക്കെ, അതുപോലെ തന്നെ ഇതും ചെയ്യാം. പിന്നെ ഒന്നിനും നിങ്ങളോട് പറയാപ്പ a കണ്ടുപിടിക്കാൻ പറയും, b കണ്ടുപിടിക്കാൻ പറയും, a കണ്ടുപിടിക്കാൻ പറയും, c കണ്ടുപിടിക്കാൻ പറയാം. പക്ഷേ ഇതോളാം കേട്ടോ, തെറ്റിച്ചൊക്കെരുത്. വേണമെങ്കിൽ അടുത്ത് ചോദിക്കാം. എന്താ? a plus b ചോദിക്കാട്ടോ, a plus b, ഇതിന് എയും ബിയും കൂട്ടണത്. ഓക്കെ, അടുത്ത ചോദ്യം ഡോക്ടറെ വീണ്ടും നോക്കാം. കുറെ അധികം ചോദ്യങ്ങളെ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളത്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് സെക്കൻഡ് ടൈം എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നമുക്ക് നോക്കാം ഡോക്ടറെ. ഇൻ ദി ഫിഗർ ABC an isosceles triangle, ABC is an isosceles triangle. ഒരു ട്രയാങ്കിൾ ഐസോസിലസ് ആണ്. അതുപോലെ തന്നെ AB equal to AC equal to AB യും AC യും ഈക്വൽ ആണ്, 5 സെന്റിമീറ്റർ ആണ്. AD equal to AD 4. Find the length of BD, BD യുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ. BD ലെങ്ത്. റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റ് ട്രയാങ്കിൾ കാണുന്നുണ്ടോ അല്ലേ? ആംഗിൾ ട്രയാങ്കിൾ ABD റൈറ്റ് ട്രയാങ്കിൾ ആണ്, റൈറ്റ് ട്രയാങ്കിൾ രണ്ട് സൈഡ്സ് അറിയാം, മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ. എത്ര ചോദ്യം ഇതിപ്പോ ഇതേ മോഡൽ തന്നെ എത്ര ചോദ്യമായി അല്ലേ? കണ്ടുപിടിക്കാവാ. ഏതാ? ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ബേസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എന്താ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് സ്ക്വയർ ഈക്വൽ ടു 5ന്റെ സ്ക്വയർ മൈനസ് 4ന്റെ സ്ക്വയർ. ബേസ് സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 16 ചെയ്യാല. ബേസ് സ്ക്വയർ ഈക്വൽ ടു 25 16 അടിച്ചു കഴിഞ്ഞാൽ 9 അല്ലെ? ബി ഈക്വൽ ടു ഈ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ √9. ബി ഈക്വൽ ടു 3 അല്ലെ? അതായത് BD 3. നോക്കിയേ, കാൽക്കുലേറ്റ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ABCയുടെ ട്രയാങ്കിളിലെ പെരിമീറ്റർ. രണ്ടാമത്തെ ചോദ്യം ട്രയാങ്കിളിലെ പെരിമീറ്റർ അല്ല, മൂന്നാമത്തെ 3 ചോദ്യം നമ്മൾ ചെയ്ത് അല്ലെ? ട്രയാങ്കിളിലെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ ചുറ്റളവ്. ഇക്വേഷൻ ഇല്ല, 3 സൈഡുകളും കൂട്ടിയാൽ മതി, ശരിയല്ലേ? നോക്കാം, 3 സൈഡും കൂട്ടി നോക്കാം. AB BC AC പെരിമീറ്റർ ബി ക്വസ്റ്റ്യൻ. പെരിമീറ്റർ ഈക്വൽ ടു AB പ്ലസ് BC പ്ലസ് AC. AB എന്ന് പറയുന്നത് 5 പ്ലസ് BC എന്ന് പറയുന്നത് BC. ഇവിടെ 3. ഇതെന്താ BC എത്രയാണ്? BCയുടെ മിഡ് പോയിന്റ് ആണ് D. അപ്പൊ ഇവിടെ 3 6 പ്ലസ് AC 5, അപ്പൊ 16 സെന്റിമീറ്റർ. എല്ലാ ബുദ്ധിമുട്ടുണ്ടോ? ഒരു തൊട്ടില്ല. അടുത്തേക്ക് ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഈ ചോദ്യം ഇല്ല കേട്ടോ. ഈ 2 ചോദ്യമുള്ളേ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കണം മക്കളെ. മക്കളെ നോക്കി, പൈതഗോറസ് തിയറം പഠിക്കാണ്ട് പോരുത്. ആ പൈതഗോറസ് തിയറം വെച്ചാൽ എന്തോരം ഇപ്പൊ ചോദ്യങ്ങൾ നമ്മ പകുതി പകുതിയല്ല, ഒരു എത്ര 11 ചോദ്യം ചെയ്ത് 11 അല്ല, അതിലൊരു 8-9 ചോദ്യം നമ്മൾ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. 8-9-6 എത്രയോ ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു, ബാക്കി കിട്ടില്ല. ഓക്കെ, അപ്പൊ അത്രയും ചോദ്യം ചെയ്തതിൽ മിക്ക ക്വസ്റ്റ്യൻസും വന്നോണ്ടാ പൈതഗോറസ് തിയറം. ഇതന്നെയാണ്. എന്താണ്? പഠിച്ചിട്ട് പോകണം, അത്രയേ അല്ലെ? പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഈ ഒരു ഇത്രയും ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ പഠിക്കണം കേട്ടോ മക്കളെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാ മക്കളെ. നോക്കാം.
ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു നമ്പേഴ്സ് ഈ 6. രണ്ട് നമ്പറിന്റെ ഡിഫറൻസ്, രണ്ട് നമ്പർ ഏത് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഏത് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടില്ല, ഏത് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഡിഫറൻസ് ബിറ്റ്വീൻ ദി രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് അതായത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 6, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 6. അതേപോലെ തന്നെ ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് സ്ക്വയേഴ്സ്, ഇതിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 48. മതിയാ? ഓക്കെ, ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു നമ്പേഴ്സ്, രണ്ട് നമ്പറുടെ ഡിഫറൻസ് എക്സ് മൈനസ് വൈ 6 ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് സ്ക്വയേഴ്സ്, ആ നമ്പേഴ്സിന്റെ സ്ക്വയർ തമ്മിലുള്ള വ്യത്യാസം 48. എ ക്വസ്റ്റ്യൻ ഫോം ദി ഇക്വേഷൻ ഇൻഡിക്കേറ്റിംഗ് അബൌട്ട് ദി സ്റ്റേറ്റ്മെന്റ്. ഇക്വേഷൻ ഏത്? എ ക്വസ്റ്റ്യൻ ഉത്തരം. ബി ക്വസ്റ്റ്യൻ നോക്കട്ടെ. ബി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി സം ഓഫ് ദി നമ്പേഴ്സ്? വാട്ട് ഈസ് ദി സം ഓഫ് ദി നമ്പേഴ്സ്? രണ്ട് നമ്പറിന്റെ സം. വാട്ട് ഈസ് സം ഓഫ് ദി നമ്പേഴ്സ്? എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാൻ, എക്സ് പ്ലസ് വൈ. അപ്പേ ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം, എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 48. ഞാൻ 48 എക്സ് പ്ലസ് വൈ അറിയില്ല, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, എക്സ് മൈനസ് വൈ 6 ഇൻറ്റു 6 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോ 48 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഓക്കെ, സംശയം ഉണ്ടോ? ഇല്ല. 8 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇത്രേ ഉള്ളൂ. ഒറ്റ കാര്യം, ഈ ഒരു ഇക്വേഷൻ മാത്രം മതി. എന്ത് ഇക്വേഷൻ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഈ ഒറ്റ ഇക്വേഷൻ മാത്രം മതി. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 48. എക്സ് പ്ലസ് വൈ അറിയില്ല, എക്സ് മൈനസ് വൈ 6 കൊടുത്തു, ഇൻറ്റു 6 അപ്പുറത്തേക്ക് കൊടുത്തു. എന്താ കണ്ടുപിടിക്കുന്നത്? വാട്ട് ഈസ് ദി സം ഓഫ് ദി നമ്പേഴ്സ്? ആ രണ്ട് നമ്പറെ കൂട്ടിക്കഴിഞ്ഞാൽ, സമ്മ് പ്ലസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 8 അല്ലെ? വാട്ട് ആർ ദി നമ്പേഴ്സ്? അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പോ എക്സ് പ്ലസ് വൈ നമുക്ക് എക്സ് പ്ലസ് വൈ 8 ആണെന്നറിയാം, എക്സ് മൈനസ് വൈ 6 ആണെന്നറിയാം. ഒന്നിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. എന്ത് ചെയ്യാം? നമുക്ക് കൂട്ടാം അല്ലെ? 8ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ 14 അല്ലെ? y പ്ലസ് മൈനസ് വൈ 0, എക്സ് പ്ലസ് എക്സ് 2x ഈക്വൽ ടു 14, എക്സ് ഈക്വൽ ടു 14/2, എക്സ് ഈക്വൽ ടു 7. y കണ്ടുപിടിക്കാലോ അല്ലെ? y കണ്ടുപിടിക്കാം. അതായത് എന്താ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8 അല്ലെ? എക്സ് ഈക്വൽ ടു 7 പ്ലസ് വൈ ഈക്വൽ ടു 8, y ഈക്വൽ ടു 8 മൈനസ് 7 പ്ലസ് വൈ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് വൈ, y ഈക്വൽ ടു മൈനസ് വൈ. ഓക്കെ ആണോ മക്കളെ? അല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ല അല്ലെ? അപ്പോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടെടുക്കും. ആലോചിക്കണം കേട്ടോ. അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകട്ടോ. നോക്കാം. O is the center of the circle. O എന്ന് പറയുന്ന സർക്കിളിന്റെ സെന്റർ ആണ്. O is center of the circle. M is the midpoint. M is the midpoint of the chord AB. AB യുടെ midpoint ആണ് M. Angle CMB equal to 90 degree. CMB equal to 90 degree. Angle AB equal to 24. AB equal to 24. CM equal to 8. CM 8, AB 24 ട്ടാ. AB മൊത്തത്തിൽ 24. AM-ന്റെ ലെങ്ത് ഇവിടെ ഇത് M മിഡ് പോയിന്റ്, അപ്പൊ 24 പകുതി അല്ലെ? എ ക്വസ്റ്റ്യൻ എന്താ? AM ഈക്വൽ ടു 24/2 ഈക്വൽ ടു 24 എന്ന് പറഞ്ഞാൽ 12. എത്ര ചോദ്യം ഇങ്ങനത്തെ മിഡ് പോയിന്റ് തന്നെ അല്ലെ? ഒന്ന് ശ്രദ്ധിച്ചിരിക്കണോട്ടോ അല്ലേ? ബി ക്വസ്റ്റ്യൻ ഓക്കെ. ഇഫ് R is the radius of the circle. R is the radius of circle. OM ഈ ഒരു ലെങ്ത് കേട്ടോ. ഞാൻ മൊത്തത്തിലൊന്നും വായിക്കണ്ടേ, ഇതൊന്ന് മൊത്തത്തിലൊന്നും വായിക്കണ്ടേ, ക്ലിയർ ആവാൻ വേണ്ടിയാണ്. ഈ OM എത്രയാണ്? OM
സർക്കിളിന്റെ റേഡിയസ് 6. OC എന്ന് പറയുന്നത് റേഡിയസ്. ഇത്രയും ഭാഗം വേണ്ട. അപ്പൊ എങ്ങനെ എഴുതാം? ബി ക്വസ്റ്റ്യൻ ഉത്തരം എങ്ങനെ എഴുതാം? OM എന്ന് പറയണത് എങ്ങനെ എഴുതാം? മൊത്തത്തില് റേഡിയസ് മൈനസ് എത്രയും ഭാഗം വേണ്ട? ഇത്രയും ഭാഗം വേണ്ട. അപ്പൊ എങ്ങനെ എഴുതാം? R - 8. ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചടാ. ഭയങ്കര എളുപ്പല്ലേ അല്ലേ? എന്താ ഇത് മൊത്തത്തിൽ OC എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ്. OC എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ്. ഇത്രയും ഭാഗം വേണ്ട, OM മാത്രം മതി, ഇത്രയും മതി. ഇത് 8 കുറച്ചെണ്ണം വേണ്ടല്ല. അപ്പൊ എങ്ങനെ എഴുതാം? R - 8 അല്ലെ? R - 8. C question. Find the radius of the circle. Find the radius of the circle. Find the radius of the circle. Radius എങ്ങനെ കണ്ടുപിടിക്കാം? റേഡിയസ് നോക്കി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതാണ് എന്റെ ചോദ്യം. ഞാൻ ഒരു കാര്യം ചെയ്യാൻ കേട്ടോ മക്കളെ. ഇത് ഞാൻ ഇങ്ങോട്ട് നേരെ കൂട്ടിപ്പിടിക്കുകയാണ്. ഓക്കെ, ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായി. ഇവിടെ നമുക്കറിയാം 12 ആണെന്ന് അറിയാം. ഇവിടെ R - 8 റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് ചെയ്യാം. ഇത് കുറച്ച് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോന്യൂസ്. H square equal to base square minus altitude square. H square equal to 12ന്റെ സ്ക്വയർ മൈനസ് R - 8ന്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ചെയ്ത് നോക്കാം. H എന്ന് പറഞ്ഞാല് ഇത് R. R സ്ക്വയർ ഈക്വൽ ടു 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 12 സ്ക്വയർ 144 മൈനസ് R - 8 ഹോൾ സ്ക്വയർ എന്താണെന്ന് അറിയോ? A - B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയോ? A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ. ഓക്കെ, X - Y ഹോൾ സ്ക്വയർ എന്താ? X - Y ഹോൾ സ്ക്വയർ എന്താ? X സ്ക്വയർ മൈനസ് 2XY പ്ലസ് Y സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ R - 8ന്റെ സ്ക്വയർ നിങ്ങൾ ഒന്ന് പറഞ്ഞേ. R സ്ക്വയർ മൈനസ് 2 into R into 8 പ്ലസ് -8ന്റെ സ്ക്വയർ. അപ്പോ R - 8 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതാം? R സ്ക്വയർ ഇത് ഗുണിക്കുമ്പോ 2 into -8 -16 into R -16 പ്ലസ് 64. ഓക്കെ മക്കളെ, എങ്ങനെ എഴുതാം? ഓക്കെ, R സ്ക്വയർ മൈനസ് 16R പ്ലസ് 64. ഇനി നോക്കി ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. പ്ലസ് ആണ് ഇക്വേഷൻ കേട്ടോ. ഹൈപ്പോട്ടനസ് ആണ് പ്ലസ് അല്ലേ? ഈ പ്ലസ് മൈനസ് ആണ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് R സ്ക്വയർ മൈനസ് R സ്ക്വയർ ഈക്വൽ ടു 144 മൈനസ് 16R പ്ലസ് 64. R മൈനസ് R സ്ക്വയർ 0 ഈക്വൽ ടു 144 മൈനസ് 16R പ്ലസ് 64. ക്ലിയർ ആണോ? ഇനി നോക്കിയാ ഈ മൈനസ് 16R ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ഇവിടെ എഴുതാൻ കേട്ടോ. നോക്കി 16R ഈക്വൽ ടു 144 പ്ലസ് 64. 16R ഈക്വൽ ടു 140-നൊപ്പം 44-നൊപ്പം 64 കൂട്ടി കഴിഞ്ഞാല് 8 10 2 208. R ഈക്വൽ ടു 208 ഡിവൈഡ് ബൈ 16. ഓക്കെ ആണോ? R ഈക്വൽ ടു എത്ര കിട്ടും? 13 ആണോ? 13 ആണെന്നുണ്ട് കേട്ടോ. 208 ഹരിക്കണം 16. ഒരു പ്രാവശ്യം 16 48 48 3 ശരിയാണ്. 16 into 3 18 1 48 3 48. ഓക്കെ, 13. ഓക്കെ ആണോ മക്കളെ? എന്താ ചെയ്തതെന്ന് പറഞ്ഞേ? ആദ്യം പൈതഗോറസ് എഴുതി. H സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. H സ്ക്വയർ ഈക്വൽ ടു
12ന്റെ സ്ക്വയർ 6 മൈനസ് 8ന്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 6 സ്ക്വയർ മൈനസ് 16 പ്ലസ് 64 അതങ്ങോട്ട് എഴുതി വെച്ചു. a മൈനസ് ബി ഹോൾ സ്ക്വയർ കേട്ടോ. ശേഷം ഈ പ്ലസ് ആർ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊടുത്തു. അപ്പൊ മൈനസ് ആർ സ്ക്വയർ 0. ബാക്കി 14 മൈനസ് 16 പ്ലസ് 64. ഈ മൈനസ് 16 അപ്പുറത്തേക്ക് പോയപ്പോ പ്ലസ് 16 കൂട്ടി എഴുതി. 16 എടുത്തി 16 അപ്പുറത്തേക്ക് കൊണ്ട് ആർ ഈക്വൽ ടു 13. റേഡിയസ് 13. പൈതഗോറസ് തിയറം തന്നെ ഒരുപാടായി. പൈതഗോറസ് തിയറം തന്നെ എന്തോരോ പൈതഗോറസ് തിയറം അല്ലേ? ശരിയല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചിട്ട് പോണേ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം മക്കളെ ശ്രദ്ധിച്ചോട്ടോ. അടുത്തൊരു ചോദ്യം ഇതാണ്. വീണ്ടും ഇൻ ദി ട്രയാങ്കിൾ ABC ACB M is the midpoint of AB. MN is the perpendicular from the M to AC. M to AC ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ABC equal to BC 12 AB 20. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലെങ്ത് ഓഫ് AC? വീണ്ടും again AC അല്ലേ? അപ്പൊ ഇനി നോക്കി പൈതഗോറസ് തിയറം ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് സ്ക്വയർ ഈക്വൽ ടു 20ന്റെ സ്ക്വയർ മൈനസ് 12ന്റെ സ്ക്വയർ. ബേസ് സ്ക്വയർ ഈക്വൽ ടു 400 മൈനസ് 144 അല്ലെ? ബേസ് സ്ക്വയർ ഈക്വൽ ടു 400 മൈനസ് 144. കുറയ്ക്കുമ്പോൾ ഇവിടെ നോക്കി കുറയ്ക്കാൻ വേണ്ടി കാണിച്ചു തരാം. നോക്കി കടം വാങ്ങണം 3 9 ആവും, ഇവിടെ 10 ആവും, 6 ആവും, 9 4 5 ആവും, 3 2 2 ആവും. 256 ബേസ് ഈക്വൽ ടു ബേസിന്റെ ഈ സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാല് 200√256. ഓക്കെ, ബേസ് ഈക്വൽ ടു 17 ആണോ? എത്രയാ? 16ന്റെ സ്ക്വയർ ആണ് 256. 16. ഓക്കെ, 16. വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് സ്മോളർ ട്രയാങ്കിൾ? ഈ സ്മോളർ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. മിഡ് പോയിന്റ് ആണുള്ള 10. ഇവിടെ എത്രയാ? എസിയുടെ ലെങ്ത് അറിയാ? എസിയുടെ ലെങ്ത് എത്രയാ? എസിയുടെ ലെങ്ത് ഇപ്പൊ എത്ര കിട്ടി? 16. AC അല്ലേ? എസി ലെങ്ത് 16 കിട്ടി. അപ്പൊ ഇവിടെ എത്രയാ? 8. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ ഓക്കെ 10 സ്ക്വയർ മൈനസ് 64. വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? പൈതഗോറസ് തിയറം വേണ്ടി വീണ്ടും കണ്ടുപിടിക്കാം. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പൊ എന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു 10ന്റെ സ്ക്വയർ മൈനസ് ബേസ് 8ന്റെ സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു 100 മൈനസ് 64. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു 36. എ ഈക്വൽ ടു √36 അല്ലെ? അപ്പൊ എ ഈക്വൽ ടു 6. ഇത് 6 കിട്ടി. ട്രയാങ്കിൾ പെരിമീറ്റർ എങ്ങനെ കാണാം? പെരിമീറ്റർ ഈക്വൽ ടു 10 പ്ലസ് 6 പ്ലസ് 8 എത്രയാ? 16 പ്ലസ് 8 24. ഓക്കെ ആണോ? ഒരു അല്ലെങ്കിൽ ഇതിന്റെ പകുതി ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, 10ന്റെ പകുതി 12 16ന്റെ പകുതി 12ന്റെ പകുതി 12ന്റെ പകുതി. ഓക്കെ, ഒന്ന് നോക്കി, നിങ്ങൾ തന്നെ നോക്കി. ഇപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങൾ. പക്ഷെ നിങ്ങൾ ഒന്നും നോക്കി, നിങ്ങൾ നോക്കി എത്ര ചോദ്യം നമ്മൾ ഇപ്പൊ ചെയ്ത്? എത്ര ചോദ്യം ചെയ്ത്? എല്ലാ ചോദ്യങ്ങളും എവിടെ എങ്ങനത്തെയാ? ഒരേ പാറ്റേണിൽ കിടക്കുന്ന എല്ലാ ചോദ്യങ്ങളും പൈതഗോറസ് തിയറം തന്നെ. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഒരു കാര്യം പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഇത് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇതിന് എങ്ങനെ വന്നാലും എഴുതാൻ പറ്റണം. കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് ചെയ്യാം നമുക്ക്. ഇതൊക്കെ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് 2 സെന്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. അതായത് ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് 2 സെന്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. ചോദ്യം, ഇഫ് ബ്രെഡ്ത്ത് ഈസ് ടേക്കൺ ആസ് x, ബ്രെഡ്ത്ത് x എന്ന് എടുത്തു കഴിഞ്ഞാല് വാട്ട് ഈസ് ദി ലെങ്ത്? ലെങ്ത് ഈക്വൽ ടു x പ്ലസ് 2. എന്താ? 2 സെന്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. ഓക്കെ, എ ചോദ്യത്തിന് ഉത്തരം. ബി ചോദ്യം, ടേക്ക് ദി പെരിമീറ്റർ P of x. പെരിമീറ്ററിനെ P of x എന്ന് എടുക്കാൻ പറഞ്ഞു. റൈറ്റ് ഇക്വേഷൻ റെപ്രസെന്റിങ് x ആൻഡ് P of x. ഇക്വേഷൻ എഴുതാം. എന്താ പെരിമീറ്റർ? റെക്ടാംഗിളിലെ പെരിമീറ്റർ എന്നാ 2 × L + B. ഇനി എഴുതാം
ടു ഇൻറ്റു എൽ എത്രയാ എക്സ് പ്ലസ് ടു വൃത്ത് എത്രയാ എക്സ് ചെയ്യാലോ ഇനി ഈക്വൽ ടു ടു ഇൻറ്റു എക്സും എക്സും കൂട്ടിക്കഴിഞ്ഞാൽ 2x പ്ലസ് ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം 2 ഇൻറ്റു 2x 4x പ്ലസ് 2 ഇൻറ്റു 2 4 ഇത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നോക്കിയേ ടേക്ക് ദി ഏരിയ ഓഫ് റെക്ടാംഗിൾ എ ഓഫ് എക്സ് റെക്ടാംഗിളിന്റെ ഏരിയ എ ഓഫ് എക്സ് എന്ന് എടുക്കാൻ പറഞ്ഞു. ഇനി റൈറ്റ് ദി ഇക്വേഷൻ റിലേറ്റിംഗ് ടു എക്സ് ആൻഡ് എ ഓഫ് എക്സ്. എന്താ ഏരിയ ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു എൽ ഇൻറ്റു ബി അതായത് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു 2 2x. പോളിനോമിയൽസ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാട്ടോ. ഇങ്ങനത്തെ ഏറ്റവും കൂടുതൽ മിക്കപ്പോഴും ചോദിക്കാറ് ഇങ്ങനത്തെ തന്നെ ചോദിക്കാണ് 2 സെന്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം കേട്ടോ. വീണ്ടും നോക്കാം 4 vertices of a square are on the circle. The length of the diagonal is 4 root 2. Length of the diagonal അതായത് സർക്കിളിന്റെ ഡയാമീറ്റർ എത്ര ഇപ്പൊ 4 root 2 ട്ടാ. ഇതേപോലത്തെ ചോദിക്കാറുണ്ട്. ഇതേപോലത്തെ എങ്ങനെയാണ് ചോദിക്കാറ് ഇവിടെ അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യും ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തൊരു പടം തരും. ഇങ്ങനത്തെ ഒരു പടം തന്നിട്ടേ ഈ ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയും. ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ അപ്പൊ വെറുതെ മനസ്സിൽ തോന്നണുണ്ടാ ചോദ്യം കേട്ടാ. അതായത് വലിയ സർക്കിളിന്റെ ഏരിയന്ന് ഈ സ്ക്വയറിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡ് പാർട്ടിന്റെ ഏരിയ. ഇങ്ങനത്തെ ഒരു ഈ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അങ്ങനത്തെ ഒരു കാര്യം. ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും കേട്ടാ. ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓക്കെ ഇത് സ്ക്വയറിന്റെ ഡയഗണൽ ആണ്. അതേപോലെ സർക്കിളിന്റെ ഡയാമീറ്റർ കൂടെയാണ് കേട്ടോ. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ സർക്കിളിന്റെ റേഡിയസ് നോക്കി റേഡിയസ് കണ്ടുപിടിക്കാൻ നോക്കി. ഇത് സ്ക്വയറിന്റെ ഡയഗണൽ ആണ്. ഓക്കെയാണ് ശരിയാണ്. പക്ഷേ എന്തും കൂടിയാണ് സർക്കിളിന്റെ ഡയാമീറ്ററും കൂടിയാണ്. അപ്പോ a question ഡയാമീറ്റർ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് d/2 ഡയാമീറ്ററിന്റെ പകുതി അപ്പൊ 4 root 2 ഡിവൈഡ് ബൈ 2 4/2 2 root 2 റേഡിയസ് എളുപ്പല്ലേ. ഇത്രേ ഉള്ളൂ. റേഡിയസ് ഡയാമീറ്ററിന്റെ പകുതി. ഓക്കെ ഫൈൻഡ് ഏരിയ ഓഫ് ദി സർക്കിളിന്റെ ഏരിയ ഇക്വേഷൻ അറിയണം. സർക്കിളിന്റെ ഏരിയ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ. അപ്പോ പൈ ഇൻറ്റു 2 root 2 ഹോൾ സ്ക്വയർ പൈ ഇൻറ്റു 2ന്റെ സ്ക്വയർ എത്രയാ 4 ഇൻറ്റു റൂട്ട് 2ന്റെ സ്ക്വയർ 2 അപ്പോ ഈക്വൽ ടു പൈ ഇൻറ്റു 4 ഇൻറ്റു 2 8 അപ്പൊ 8 പൈ സെന്റിമീറ്റർ സ്ക്വയർ. എന്താ റൂട്ട് 2ന്റെ സ്ക്വയർ 2 ആണ്. റൂട്ട് 2ന്റെ സ്ക്വയർ 2 അതായത് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് അർത്ഥം അല്ലെ. അപ്പൊ റൂട്ട് 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു നോക്കിയപ്പോ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഈക്വൽ ടു 3. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം ഉണ്ടോ അല്ലേ. നമ്മൾ ക്ലാസ്സിലൊക്കെ എന്തോരം ചെയ്ത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ. ഇനി ഇഫ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് 4 root 2 സർക്കിളിന്റെ റേഡിയസ് 4 root 2 ആണ്. വാട്ട് ഈസ് ഏരിയ ഓഫ് ദി സ്ക്വയർ സ്ക്വയറിന്റെ എന്ത് കണ്ടുപിടിക്കാൻ ഏരിയ കണ്ടുപിടിക്കാൻ. സ്ക്വയറിന്റെ ഏരിയ നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി. ഇഫ് ദ റേഡിയസ് ഓഫ് സർക്കിൾ 4 root 2 സർക്കിളിന്റെ റേഡിയസ് 4 root 2 നേരത്തെ പറഞ്ഞ ഡയാമീറ്റർ ഇപ്പൊ സർക്കിളിന്റെ റേഡിയസ് 4 root 2 അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ. എന്താ സ്ക്വയറിന്റെ ഏരിയ ആണ് ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. എന്താ ഏരിയ ആണ് ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ്. ഓക്കെ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ വായിക്കുന്ന പകരം എന്ത് ചെയ്താൽ മതി മൊത്തത്തിൽ വായിച്ചാൽ മതി. വെറുതെ ഇതിന് ബാക്ക് അടിച്ച് സമയം വേണം അല്ലെ. ഓക്കെ അപ്പോ ഈ ഒരു സൈഡും കണ്ടുപിടിക്കണം സൈഡ്സ് ഈക്വൽ ആണ്. ഒരു സൈഡ് കണ്ടുപിടിച്ചാൽ മതി. ഒരൊറ്റ സൈഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഇതാണ് പ്രത്യേകത കേട്ടോ. കണ്ടോ എന്താണ് ഇക്വേഷൻ സ്ക്വയറിന്റെ ഏരിയ ആണ് ഇക്വേഷൻ. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ. റൈറ്റ് ട്രയാങ്കിളില് 4 root 2 അതായത് ഹൈപ്പോന്യൂസ് 4 root 2. അപ്പോ ഈ രണ്ട് സൈഡ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഒരൊറ്റ കാര്യം വെച്ചാൽ മതി. എങ്ങനെയാണെന്ന് അറിയും. ഈ രണ്ട് സൈഡും h സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഹൈപ്പോന്യൂസ് 4 root 2 അല്ല റേഡിയസ് ആണ് 4 root 2. അപ്പൊ ഡയഗണലിൽ മൊത്തത്തിൽ വരണം.
അപ്പൊ 4√2 പ്ലസ് 4√2 അപ്പൊ 8√2. ഓക്കെ, 8√2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ, ബേസ് സ്ക്വയർ അറിയില്ല, ഞാനൊരു എ സ്ക്വയർ കൊടുത്തു, എ കൊടുത്തു, സൈഡ് കൊടുത്തു, ഇത് എ സ്ക്വയർ കൊടുത്തു. ഓക്കെ, ഇനി 64 ഇൻറ്റു 2 ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഞാൻ എന്ത് എഴുതാം, 2a സ്ക്വയർ എന്ന് എഴുതേണ്ട, ഇത് രണ്ടും കൂട്ടി 2a സ്ക്വയർ. 64 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8, 12, 128 ഈക്വൽ ടു 2a സ്ക്വയർ. ഈ 2 ഇപ്പുറത്തേക്ക് കൊടുത്തപ്പോ 128/2 ഈക്വൽ ടു എ സ്ക്വയർ. 120 പറയുന്ന 64 ഈക്വൽ ടു എ സ്ക്വയർ. ഈ സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ √64 ഈക്വൽ ടു എ, 8 ഈക്വൽ ടു എ. അപ്പൊ ഒരു സൈഡ് 8, ഇവിടെ 8. അപ്പൊ ഏരിയ 8 ഇൻറ്റു 8 ഈക്വൽ ടു 64. എങ്ങനെ കണ്ടുപിടിച്ച്? പൈതഗോറസ് തിയറം എഴുതി. നോക്കി, ഇത് നോക്കി, ഇതെന്താ റേഡിയസ് ആണ് 4√2. നമുക്ക് വേണ്ടത് ഡയഗണല്. അപ്പൊ 4√2 പ്ലസ് 4√2 8√2. പൈതഗോറസ് തിയറം. ഇതെന്താ ബി സ്ക്വയർ എ സ്ക്വയർ? എനിക്ക് അറിയില്ല, ഞാൻ എന്ന് കൊടുത്തു, എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതിനെ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 8 സ്ക്വയർ 64, √2 സ്ക്വയർ 2 ഗുണിച്ചപ്പോ 128. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ. ഈ ഇൻറ്റു 2 അപ്പുറത്തേക്ക് കൊടുത്തപ്പോ /2 അപ്പൊ 64. സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊടുത്തപ്പോ √64, a ഈക്വൽ ടു 8. ഓക്കെ, മറക്കരുത് കേട്ടോ, ഇത് മറക്കരുത്. പൈതഗോറസ് തിയറം തന്നെ. പൈതഗോറസ് എങ്ങോട്ട് തിരിഞ്ഞാൽ ഇത്ര ചോദ്യങ്ങൾ ചെയ്തിട്ടും എന്തെന്നെയാണ്? പൈതഗോറസ് തിയറം തന്നെയാണ് മക്കളെ. ഒന്ന് പഠിച്ചിട്ടോ മക്കളെ, ഞാൻ വീണ്ടും പറയാണ്, പഠിച്ചിട്ടേ പോകാൻ പാടുണ്ടോ അത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം കേട്ടോ. ഇൻ ദി ട്രയാങ്കിൾ ABC, AC ഈക്വൽ ടു 2 സെന്റിമീറ്റർ. AC 2 സെന്റിമീറ്റർ ആണ്. CD പെർപെൻഡിക്കുലർ ഡ്രോ ഫ്രം ദി AC. അതായത് CD പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം AB. ഓക്കെ, ഇനി ഓൾസോ ആംഗിൾ A ഈക്വൽ ടു 60. ആംഗിൾ A 60 ആണ്, ആംഗിൾ B 45 ആണ്. വാട്ട് ഈസ് ആംഗിൾ ഓഫ് ACD? ഇത് എത്രയാ? റൈറ്റ് ട്രയാങ്കിള് 90, 60, 30. വാട്ട് ഈസ് ലെങ്ത് ഓഫ് CD? സീഡ് ലെങ്ത് വീണ്ടും ഞാൻ എന്തേ പറഞ്ഞു, 30, 60, 90 ആണെങ്കിൽ 90 ഓപ്പോസിറ്റ് 2, അപ്പൊ 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3. വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC? ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ പെരിമീറ്റർ എന്ന് വിളിക്കാൻ. പെരിമീറ്റർ അതായത് പെരിമീറ്റർ ഈക്വൽ ടു AC പ്ലസ് AB പ്ലസ് BC. AC2 AB എത്ര? AB മൊത്തത്തിൽ കണ്ടുപിടിക്കണം അല്ലെ? AB മൊത്തത്തിൽ കണ്ടുപിടിക്കണം. ഇവിടെ 90 ആണ്, ഇവിടെ 45, ഇവിടെ തന്നെ ആയിരിക്കും 45. ഇതിന്റെ ഓപ്പോസിറ്റ് 45 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കും, സോറി 45 അല്ല മക്കളെ, √3. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് √3. അങ്ങനെ ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? √3. അതായത് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ. അപ്പോ ഇത് മൊത്തം ഇവിടെ തന്നെ 30ന്റെ ഓപ്പോസിറ്റ് 1 പ്ലസ് √3 പ്ലസ് ഇനി ഓക്കെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇത് രണ്ടും √3 അല്ലേ? √3. അപ്പൊ ഹൈപ്പോണിസ് ഇങ്ങനെ എന്ത് ചെയ്യാം? ഹൈപ്പോണിസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? ഹൈപ്പോണിസ് അറിയില്ല, h² ഈക്വൽ ടു √3യുടെ സ്ക്വയർ പ്ലസ് √3യുടെ സ്ക്വയർ അല്ലേ? അപ്പൊ h² ഈക്വൽ ടു 3 പ്ലസ് 3. അപ്പൊ h² ഈക്വൽ ടു എത്രയാ? 6. h ഈക്വൽ ടു √6. ഓക്കെ, ഇനി √6 3 പ്ലസ് √3 പ്ലസ് √6 പെരിമീറ്റർ. ഓക്കെ ആണോ? ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ള ഐഡിയ ഉണ്ട്. ഇവിടെ 45, ഇവിടെ 90 അല്ലേ വരാം? ഞാൻ വായിക്കാൻ കേട്ടോ. ഇവിടെ √3 അല്ലേ? ഇതിന് ഓപ്പോസിറ്റ് 45, ഇവിടെ 90 ആണല്ലോ വരാം. അപ്പൊ ഇവിടെ തന്നെ ഇരിക്കും 45. അപ്പൊ ഇതിനോട് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് √3 തന്നെ. ഓക്കെ, നോക്കണോടാ, ശ്രദ്ധിക്കണോടാ. പെരിമീറ്റർ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കുറച്ചായി ചോദിക്കണം കേട്ടോ. അടുത്തൊരു ചോദ്യം, ഇങ്ങനത്തെ ഒരു ചോദ്യം
എന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഇങ്ങനത്തെ ഒരു ചോദ്യം പഠിക്കാണ്ടേ പോകരുത് ഇങ്ങനത്തെ ഒരു മോഡൽ കേട്ടാ. എന്തായാലും പഠിച്ചിരിക്കേണ്ട ചോദ്യം കേട്ടോ. നോക്കി, കൺസിഡർ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 60. പെരിമീറ്റർ റെക്ടാംഗിൾ പെരിമീറ്റർ. A question 2 into L plus B equal to 60. ഇങ്ങനെ എഴുതിച്ചോളാം കേട്ടോ. നോക്കി, വാട്ട് ഈസ് ലെങ്ത് ഓഫ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഇൻറ്റു 2 അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ 60/2 എഴുതാം. ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ 30 കേട്ടോ. ഇതൊക്കെ 8ാം ക്ലാസ് ചോദിക്കുന്ന ചോദ്യം. 8ാം ക്ലാസ് മുതൽ കേട്ടോ. ഇഫ് ദി ലെങ്ത് ഓഫ് ദി ലെങ്ത് ഈസ് ടേക്കൺ ആസ് x, ഇറ്റ്സ് ഏരിയ കണ്ടുപിടിക്കാൻ. ഏരിയ ലെങ്തിനെ x എന്ന് എടുത്തു കഴിഞ്ഞാൽ ലെങ്തിനെ x എടുക്കാൻ പറ. ലെങ്ത് ഈക്വൽ ടു x. അപ്പൊ ബ്രെഡ്ത്ത് എന്തായിരിക്കും മക്കളെ? ബ്രെഡ്ത്ത് എന്തായിരിക്കോടാ? L plus B equal to 30. x plus b equal to 30. അപ്പൊ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 30 മൈനസ് എക്സ്. ഈ പ്ലസ് എക്സിന് അപ്പുറത്തേക്ക് കൊടുത്തപ്പോ മൈനസ് എക്സ് അല്ലെ? 30 മൈനസ് എക്സ്. പിന്നെ എന്താ ചെയ്യാ? ഇനി ഏരിയ റെപ്രസെന്റ് ചെയ്യാൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. a of x equal to L into b. L എത്രയാ? x. ബ്രെഡ്ത്ത് എത്രയാ? 30 മൈനസ് എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ 30x മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. a of x equal to എന്താ? 30x മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഈ ഒരു നോക്കി, a of 25ഉം a of 5ഉം കണ്ടുപിടിക്കാൻ. a of 25 equal to h കൊടുക്കാം. 30 കൊടുക്കാം. അപ്പൊ 30 ഇൻറ്റു 25 മൈനസ് 25ന്റെ സ്ക്വയർ. അടുത്ത് ഇതിന് ഉത്തരം എഴുതണോടാ. ഉത്തരം എഴുതണേ. a of 5 equal to എന്താ? 30 ഇൻറ്റു 5 മൈനസ് 5ന്റെ സ്ക്വയർ. ഓക്കെ, ഇത് ഗുണിക്കാം. അപ്പൊ 750 മൈനസ് ചെയ്താം. 750 മൈനസ് 625 എത്ര കിട്ടും? 125 കിട്ടും. ഇവിടെ എത്ര? 750 ഇടും അല്ലല്ലോ. 75 30 ഇൻറ്റു 5 15 150 മൈനസ് 25 ഈക്വൽ ടു 125. ഓക്കെ, മാർക്ക് ചെയ്തിട്ടാ. ഇങ്ങനത്തെ ഇതേപോലത്തെ ഒരു മോഡൽ ഉണ്ടാവും. ഇതേപോലത്തെ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇതേപോലത്തെ അതായത് ഒരു ഇക്വേഷൻ തന്നിട്ട് അവിടെ എന്ത് കൊടുക്കും? a of 25ഉം a of 5ഉം കൊടുക്കാൻ പറയും. എന്തായാലും ചെയ്യണം കേട്ടോ മക്കളെ കേട്ടാ. അടുത്തൊരു ചോദ്യം കഴിയാനായിട്ട് നമ്മുടെ ഏകദേശം കഴിയാനായി. ഈ ഒരു ചോദ്യം ഒന്ന് മനസ്സിൽ വെച്ചോട്ടാ. ഇനി ഒരു 2 or 3 ചോദ്യം കാണുള്ളൂ. ഈ ഒരു ചോദ്യം എല്ലാവരും മനസ്സിൽ വെച്ചോളാം. ഈ ഒരു ചോദ്യം എല്ലാവരും മനസ്സിൽ വെച്ചോളാം കേട്ടോ. ഓക്കെ, draw a triangle of side 6.5 cm, angle a equal to 50 degree, angle b equal to 70 degree. ഞാൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അതെന്തായാലും പഠിക്കണം കേട്ടോ. നോക്കി, എ ബി ഒരു എ ബി 6.5 സെന്റിമീറ്റർ. ആംഗിൾ എ 50. ആംഗിൾ എ 50 വരച്ചു. 50. ആംഗിൾ ബി 70 വരച്ച് 70. ഡ്രോ ഇൻ സർക്കിൾ. അപ്പൊ എന്താണെന്നറിയോ? ആംഗിൾ ബൈസെക്ടർ ചെയ്യണം. എല്ലാവർക്കും അറിയാലോ. കോമ്പസ് എടുക്കാം. ഇവിടെ ആർക്ക് കൊടുക്കാം, ഇവിടെ ആർക്ക് കൊടുക്കാം, ഇവിടെ ആർക്ക് കൊടുക്കാം, ഇവിടെ ആർക്ക് കൊടുക്കാം, ഇവിടെ കുത്തി ഇങ്ങോട്ട് ആർക്ക് കൊടുക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആർക്ക്. ഇതേപോലെ ഇവിടെ നിന്ന് ചെയ്യാം കേട്ടാ. എന്നിട്ട് ഈ 2 വര ഇങ്ങനെ പോട്ടെ. ഇതിന്റെ സെന്ററിൽ കുത്തിട്ട് എന്ത് വരയ്ക്കാം? സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട്. കേട്ടോ, കഴിഞ്ഞു. ഏകദേശം നമ്മുടെ കഴിയാനായി. ഏകദേശം കഴിഞ്ഞു. ഇതേപോലത്തെ ചോദ്യം ഉണ്ടാവും മക്കളെ. നോക്കി, draw the measure given the quadrilateral r is centimeter. Draw a quadrilateral with the same angles and it's scaled by 1/2. ഈ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മാറ്റി എഴുതാം. ഇതിനാ 1 into 2 plus 1/2, അതായത് 3/2. എന്നിട്ടേ ഇത് വരയ്ക്കണമെങ്കിൽ അറിയോ? ഈ 3/2 വെച്ച് എല്ലാവരും കുടിക്കണം. അതായത് 6 into 3/2, 3 into 3/2, 5 into 3/2, 4 into 3/2, അതേപോലെ തന്നെ 2 into 3/2. എല്ലാ സൈഡ്സിനെയും കുടിക്കണം. നോക്കി, അപ്പൊ 18/2 ഈക്വൽ ടു 9. 9/2 ഈക്വൽ ടു 4.5. 15/2 ഈക്വൽ ടു 7.5. 12/2 ഈക്വൽ ടു 6. 6/2 ഈക്വൽ ടു 3. ഓക്കെ, എല്ലാത്തിനും ഇത് ചെയ്യണം. എന്നിട്ട് 6 സെന്റിമീറ്റർ. ആദ്യം 6 അല്ലേ? 6നോട് എത്രയാ? 9 സെന്റിമീറ്റർ വരയ്ക്കാം. 9 സെന്റിമീറ്റർ. ഓക്കെ, നോക്കി. അടുത്ത 3. 3 ഇവിടെ 3 ഇല്ലേ? 3 എന്താ? 4.5.
4.5 കോമ്പസിൽ അളക്കാം, ആർക്ക് വരയ്ക്കാം, വരയ്ക്കാം. ആർക്ക് വരച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, നോക്കി. പിന്നെ 5 5 എത്ര? 7.5 കോമ്പസിൽ അളക്കാം, ആർക്ക് വരയ്ക്കാം, ഇതിങ്ങനെ കൂട്ടിപ്പിടിക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ 4.5, ഇവിടെ 7.5, അടുത്തത് 6, 4 വരെ 6 കേട്ടോ. ഇവിടെ കോമ്പസിൽ അളക്കാം, 6 എടുക്കാം, ആർക്ക് കൊടുക്കാം. ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2, 2 എത്ര? 3 അല്ലേ? അപ്പൊ കോമ്പസിൽ 3 അളക്കാം, ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇത് ഇങ്ങനത്തെ ചോദ്യം പഠിച്ചിട്ടുണ്ടാ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ ഇത്രയും ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനിയും ഇതേപോലത്തെ കുറച്ച് വീഡിയോസ് കൂടി ഉണ്ട്. എന്തായാലും വരും അടുത്ത ദിവസങ്ങളായിട്ട്. നാളെ എക്സാം. ഓക്കെ, ഇന്നും നാളെയായിട്ടൊക്കെ വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഒരു മോഡൽ ചോദ്യങ്ങൾ എല്ലാവരും എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ. പരമാവധി കിട്ടാത്ത ചോദ്യങ്ങൾ അപ്പൊ തന്നെ എഴുതി പഠിക്കാട്ടോ. കിട്ടാത്ത ചോദ്യങ്ങൾ അപ്പൊ തന്നെ എഴുതി പഠിക്കാട്ടോ. ഓക്കെ മക്കളെ. ഓക്കെ, എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പരീക്ഷയുടെ 2 ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇമ്പോർട്ടൻസ് ആയ ചോദ്യങ്ങളാണ്. കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. സെക്കൻഡ് മാത്സ് സബ്ജക്ട് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അത്ര എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ കട്ടിട്ടോ. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇത്രയും ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പരമാവധി ചെയ്തു നോക്കാം. ഇത്രയും ചോദ്യങ്ങൾ വിടരുത്. ഇത് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായ ചോദ്യങ്ങളാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, കിട്ടാത്ത എന്തെങ്കിലും അപ്പൊ തന്നെ എഴുതി പഠിക്കുക. പൈതഗോറസ് തിയറം മറക്കരുത്. ഇനി കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട്. അതായത് സർക്കിൾ മെഷേഴ്സിൽ കഴിഞ്ഞ വർഷം പേപ്പറിൽ സർക്കിൾ മെഷേഴ്സിൽ നിന്നും അതുപോലെ തന്നെ പാർട്സ് ഓഫ് സർക്കിളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഭയങ്കര കുറവായിരുന്നു അല്ലേ? കുഴപ്പമില്ല, നമുക്ക് അതുകൂടി എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതുകൊണ്ട് കുറച്ച് ചോദ്യം ആഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, പഠിക്കട്ടെ എല്ലാവരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.